കുട്ടികളെ നമുക്ക് ഒന്ന് രണ്ട് സംശയം തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. നമുക്ക് ഇന്ന് ഒരു വലിയ റിവിഷനാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇന്ന് പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പോകും. ഓക്കെ, ലാസ്റ്റ് വരെ കൂടെ നിൽക്കുക, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ. ഈ നമ്മൾ ഈ 1991 അല്ലേ, 1991 നമ്മൾ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെ, NEP പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മൾ ആരംഭിച്ചു. ഓക്കെ, ഈ ഇതിലേക്ക് നമ്മൾ ആ ഒരു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ? നമുക്ക് 1991 ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് ആലോചിച്ചത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ? അതിനുള്ള കാരണം എന്തൊക്കെയാണ് കുട്ടികളെ? അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ആദ്യം പഠിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതമല്ലാത്ത ഭരണ നിർവഹണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമമല്ലാത്ത ഭരണ നിർവഹണം ഒരു റീസൺ ആണ്. മനസ്സിലായി? ഒരു റീസൺ ആണ്. 1980 എന്ന് പറയുമ്പോഴേ 80 മുതൽ 84 വരെ ഭരണം നടത്തിയത് ആരാ? 80 മുതൽ 84 വരെ ഭരിച്ചത് ആരാ? ഇന്ത്യ, ഇന്ദിരാഗാന്ധി. 84 മുതൽ 89 വരെ ഭരിച്ചത് ആരാ? 84 മുതൽ 89 വരെ ഭരിച്ചത് ആരാ? രാജീവ് ഗാന്ധി. അതായത് നെഹ്റു കുടുംബത്തിന്റെ ഭരണമായിരുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് രണ്ടാമത്തെ റീസൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗൾഫ് പ്രതിസന്ധി. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഗൾഫ് പ്രതിസന്ധിയാണ് രണ്ടാമത്തെ റീസൺ. ഗൾഫ് പ്രതിസന്ധിയാണ് രണ്ടാമത്തെ റീസൺ. ഓക്കെ, ക്ലിയർ ആണ്. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ടായ വർധനമാണോ കുറവാണോ? കുറവ് അല്ലെ. വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ് ഒരു റീസൺ ആണ്. പിന്നെ നാലാമത്തെ റീസൺ ആയിട്ട് വില വർധനവ് പറയാൻ നമുക്ക്. വില വർധനവ് ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ പൊതുമേഖല, നമ്മൾ ഈ ന്യൂ എക്കണോമിക് പോളിസിയിൽ നമ്മൾ ഈ പൊതുമേഖലയുടെ പ്രാധാന്യം കുറയ്ക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വകാര്യവൽക്കരണം നമ്മൾ കൊണ്ടുവരികയും ചെയ്തു അല്ലേ? കൊണ്ടുവരികയും ചെയ്തു. ക്ലിയർ ആണല്ലോ കുട്ടികളെ? അപ്പൊ അത് നമുക്ക് എന്തുകൊണ്ടായിരിക്കും? പൊതുമേഖല കാര്യക്ഷമമല്ലാത്തത് കൊണ്ടല്ലേ? അപ്പൊ പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവും ഒരു റീസൺ ആണ്. പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ 5 റീസൺ നമ്മൾ പറഞ്ഞു. 5 റീസൺ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു. ഓർത്തിരിക്കുക എന്തൊക്കെയാണെന്ന്. ഇനി ഉടനെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഒന്ന്, 1980കളിലെ കാര്യക്ഷമത കുറഞ്ഞ ഭരണ നിർവഹണം. ഏത് കാര്യത്തിൽ? സമ്പദ് വ്യവസ്ഥയില് കാര്യക്ഷമമല്ലാതെ ഭരണ നിർവഹണം നടത്തി 80കളില്. ഓക്കെ, പിന്നെ നേരിട്ട ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നേരിട്ട പ്രതിസന്ധി. അതുപോലെ വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ്, വില വർധനവ്, അതുപോലെ പൊതുമേഖലയുടെ കാര്യക്ഷമമല്ലാത്ത അല്ലെങ്കിൽ പൊതുമേഖലയുടെ കാര്യക്ഷമതയിലുണ്ടായ കുറവ്. ഇതൊക്കെ അപ്പൊ ആറാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടവശിഷ്ടം കേട്ടോ. അടവശിഷ്ടവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്നോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, വിദേശ കടവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്നോ ചോദിക്കും. മനസ്സിലായ? ബാലൻസ് ഓഫ് പേയ്മെന്റ് തന്നെയാണ് അടവശിഷ്ടം. അപ്പൊ അതിലെ പ്രതിസന്ധി എന്നോ അല്ലെങ്കിൽ വിദേശ കടവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുട്ടികളെ? ചോദിക്കും കേട്ടോ. അപ്പൊ ഈ 6 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോയത് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിലുള്ള കാരണം 1980കളില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണ നിർവഹണം. അതൊരു റീസൺ. രണ്ടാമത്തത് ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി. മൂന്നാമത്തത് വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ്.
നാലാമത്തത് വില വർധനവ്, എന്താ കുട്ടികളെ, വില വർധനവ്. അഞ്ചാമത്തത് പൊതുമേഖലയുടെ കാര്യക്ഷമതയിലുണ്ടായ കുറവ്. ആറാമത്തത് അടവിഷ്ടവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അല്ലെങ്കിൽ വിദേശ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി. അടവിഷ്ടത്തെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? മനസ്സിലായി, ക്ലിയർ ആണല്ലോ? കുട്ടികളെ, ഇനി നമ്മള് അപ്പൊ അത് ഒരു ഡൗട്ടാണ്. അപ്പൊ ഇതെല്ലാം ഈ പറയണത് എല്ലാം നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. നമുക്ക് ചോദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുന്ന സാധനങ്ങളാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? ആ രീതി മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരാൾ ഡൗട്ട് ക്ലിയർ ചെയ്തതാണെങ്കിൽ കൂടി അവിടെ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ അവിടെ നമ്മൾ സംസാരിച്ചത് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നത് റെസ്പോണ്ട് ചെയ്യുക. ഒന്നുകൂടെ പറയണോ? എന്തുകൊണ്ടാണ് നമ്മൾ 1991 നമ്മൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോയി എന്നതാണ് ഇതിന്റെ ചോദ്യം. അതിനുള്ള റീസൺ, ഒന്നാമത്തെ റീസൺ 1980-കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതമല്ലാത്ത ഭരണ നിർവഹണം. അതായത് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണ നിർവഹണം കാര്യക്ഷമമല്ലായിരുന്നു. ഓക്കെ. രണ്ടാമത്തെ റീസൺ, ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട പ്രതിസന്ധി. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ്. നാലാമത്തത് എന്ന് പറഞ്ഞാൽ വില വർധനവ്. അഞ്ചാമത്തത് പറഞ്ഞാൽ പൊതുമേഖലയുടെ കാര്യക്ഷമതയിലെ കുറവ് അല്ലെങ്കിൽ പൊതുമേഖല കാര്യക്ഷമമല്ലായിരുന്നു. ആറാമത് നമ്മൾ പറഞ്ഞു ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അല്ലെങ്കിൽ വിദേശ കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട പ്രതിസന്ധി. ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ അടവ് ശിഷ്ടം എന്ന് പറയും, അല്ലെങ്കിൽ വിദേശ കടം എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ കുട്ടികളെ? ക്ലിയർ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ചോദ്യം വരുന്നൊരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ചോദ്യം വരുന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് അത് പറഞ്ഞത്. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. PSC ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇന്നാള് PSCയുടെ ചുമതല ഞാൻ പറഞ്ഞു തന്നില്ലേ പിള്ളേരെ? എന്താണ് ഈ ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന് ഉപദേശം നൽകുന്നത് PSC ആണ്. മനസ്സിലായോ? ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന് അല്ലെങ്കിൽ സർക്കാരിന് ഉപദേശങ്ങൾ നൽകുന്നത് ആരാണ് കുട്ടികളെ? PSC ആണ് കേട്ടോ. PSC ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതൊരു ഭരണഘടനാ സ്ഥാപനം മാത്രമല്ല, അത് ഈ പറയുന്ന ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് നമുക്ക് തന്നെ കണക്കാക്കാം. ഓക്കെ, നമ്മള് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബഫർ സ്റ്റോക്ക് നമ്മൾ സംസാരിച്ചു അല്ലെ? ബഫർ സ്റ്റോക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബഫർ സ്റ്റോക്ക് അതിനെ നമ്മൾ സംസാരിച്ചു. ആ ബഫർ സ്റ്റോക്കിന്റെ മലയാളം കരുതൽ ശേഖരം എന്നാണ്. ബഫർ സ്റ്റോക്കിന്റെ മലയാളം കരുതൽ ശേഖരം എന്നാണ്. നമ്മൾ കരുതൽ ശേഖരം നടത്തുന്നത് എന്തിനാണ്? എന്താണെന്ന് നമുക്ക് ഈ മിച്ചമുള്ള കാര്യങ്ങൾ വരും തലമുറയ്ക്ക് അല്ലെ, ഭാവി തലമുറയ്ക്ക് കൂടി നമ്മളിപ്പോ മുന്നോട്ട് പോണ സമയത്ത് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് തന്നെയാണ്, നമുക്ക് ഭക്ഷ്യക്ഷാമം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, ക്ഷാമം വരികയാണെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരുതൽ ശേഖരം കൊണ്ടുവയ്ക്കുന്നത് അല്ലെ? കരുതൽ ശേഖരം. അപ്പൊ ഈ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുതൽ ശേഖരമാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ നമുക്ക് ഈ ബഫർ സ്റ്റോക്ക് പറയാൻ കഴിയും. അത് നേട്ടമാണ്. മനസ്സിലായോ? നമുക്ക് ഭാവിക്കും കൂടി സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേട്ടമാണ്. അത് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് മാർക്കറ്റഡ് സർപ്ലസ്? മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മലയാളമാണ് വിപണന മിച്ചം എന്ന് പറയും കേട്ടോ. ഈ സർപ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. സർപ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലെ? മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണന മിച്ചം എന്ന് പറയും. എന്ത് പറയും കുട്ടികളെ? വിപണന മിച്ചം എന്ന് പറയും. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയണം. വിപണന മിച്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടമാണോ കോട്ടമാണോ? അല്ലെങ്കിൽ
എന്താണ് ഈ മാർക്കറ്റഡ് സർപ്ലസ് അല്ലെങ്കിൽ വിപണന മെച്ചം എന്ന് പറയുന്നത്? സിമ്പിളായിട്ട്, മിച്ചം നമുക്ക് എപ്പോഴും നേട്ടമല്ലേ കുട്ടികളെ? മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ചെലവും പോയിട്ട് നിങ്ങളുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അതൊരു നേട്ടമല്ലേ? അതൊരു നേട്ടമല്ലേ കുട്ടികളെ? ആ, ഈ എന്താണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കർഷകർക്ക് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ വിൽക്കുവാൻ സാധിച്ചു ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട്. മനസ്സിലായ? കർഷകർക്ക് തങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ വിൽക്കുവാൻ സാധിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചു. മനസ്സിലായ? ആ, അപ്പൊ നമ്മളെ ഉൽപാദനത്തിന്റെ മിച്ചം കമ്പോളത്തിൽ വിൽക്കുന്നതിനെയാണ് വിപണന മിച്ചം എന്ന് പറയുന്നത്. മനസ്സിലായ? നമ്മുടെ ഉൽപാദനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഉപഭോഗം ചെയ്തതിനു ശേഷം ബാക്കിയുള്ളതിനെ നമ്മൾ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യും. അതിനെയാണ് വിപണന മിച്ചം അല്ലെങ്കിൽ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അത് ഹരിത വിപ്ലവത്തിന്റെ ഒരു നേട്ടമാണ്, അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണമാണ്. മനസ്സിലായ? അപ്പൊ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കരുതൽ ശേഖരമാണ്. ലെഫ്റ്റ് ആയിട്ട് വാ. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കരുതൽ ശേഖരമാണ്. മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ വിപണന മിച്ചമാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ്, അല്ലേ കുട്ടികളെ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയാണോ കൂടുകയാണോ ചെയ്തേ? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയാണ് ചെയ്തത്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നതാണ്. വില കുറഞ്ഞു. ഇപ്പൊ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന കുറെ ടീമുകളുണ്ട്. മനസ്സിലായ? ഓവർ തിങ്ക് ചെയ്യുന്ന കുറെ ടീമുകളുണ്ട്. അതുകൊണ്ട് പറയണതാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും, വലിയ വലിയ ഉപകരണങ്ങളും വില കൂടിയ വിത്തൊക്കെയല്ലേ ഉപയോഗിച്ചു, അതുകൊണ്ട് സാധനങ്ങളുടെ വില കൂടിക്കാണോ എന്ന് ചിന്തിക്കും. മനസ്സിലായ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മനസ്സിലായ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നടന്ന ഫയർ വുമൺ എക്സാമിന് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ കേരള കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം 1930കളിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തില് കേരള കലാമണ്ഡലം 1927 ഒരു സൊസൈറ്റി ആയിട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. മനസ്സിലായ? ഓക്കെ, അവിടെ ആ ചോദ്യം വായിക്കുമ്പോൾ 30ലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് അല്ലേ? 27 സൊസൈറ്റി ആയിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു, 30കളിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ പരീക്ഷയിൽ അതിന്റെ ആൻസർ ശരിയാണ്. മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് 1-2 പേരുടെ ഡൗട്ട് ചോദിച്ചാണ്, സാറേ 27 അതൊരു സൊസൈറ്റി ആയിട്ട് സ്ഥാപിച്ചില്ലേ? മനസ്സിലായി? 27 ഒരു സൊസൈറ്റി ആയിട്ട് സ്ഥാപിച്ചില്ലേ? അങ്ങനെ തെറ്റിച്ച കുട്ടികളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? അങ്ങനെ തെറ്റിച്ച, അത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതിന്റെ കുഴപ്പമാണത്. ഓക്കെ, മനസ്സിലായ? 27 അതാണ് 30കളിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് 27 സൊസൈറ്റി ആയിട്ട് വന്നു, 30ൽ അത് സ്ഥാപിക്കപ്പെട്ടു എന്നാണ്. കേരള കലാമണ്ഡലമായി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കേട്ടാ, അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കരുത്, പ്രത്യേകിച്ച് എക്സാം ഹാളിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് വില കുറയുകയാണ് ചെയ്തത്. മനസ്സിലായിക്കോണം, വില കുറയുകയാണ് ചെയ്തത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ബഫർ സ്റ്റോക്ക് എന്നും എന്താണ് മാർക്കറ്റഡ് സർപ്ലസ് എന്നൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഹൈ ഈൽഡിങ് വെറൈറ്റീസ്. നമ്മളത് പഠിച്ചു, HYV അല്ലെ? ഹൈ ഈൽഡിങ് വെറൈറ്റീസ് അല്ലെ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എന്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്? ഈ പറയുന്ന ഹരിത വിപ്ലവത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ട്രാക്ടറുകള്, പവർ ടില്ലറുകള്, പമ്പ് സെറ്റുകൾ എന്നിവ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അതിൽ സംശയം വേണ്ട. നമ്മള് അല്ലെങ്കിൽ ഈ പറയുന്ന നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും കേട്ടോ, ട്രാക്ടറുകള്, പവർ ടില്ലറുകള്, പമ്പ് സെറ്റുകൾ എന്നിവ ഉപയോഗിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡൗട്ട് വരരുത്. അത് ശരിയാണ്. മനസ്സിലായോ? ശരിയാണ്. വലിയ രീതിയിൽ നമ്മൾ കാർഷിക ഉൽപ്പാദനം നടത്തുമ്പോൾ ഈ പറയുന്ന സാധനം നമ്മൾ നൂതന സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ കുട്ടികളെ. അപ്പൊ അത് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ജലസേചന സൗകര്യം എങ്ങനെയായിരുന്നു? മെച്ചപ്പെട്ട സൗകര്യമായിരുന്നോ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്?
ആയിരുന്നു കേട്ടോ. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതായിരുന്നു. ഉയർന്ന പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമായിരുന്നു. ശരിയോ തെറ്റോ? ഉയർന്ന പലിശ നിരക്കിൽ അതോ കുറഞ്ഞ പലിശ നിരക്കിലോ? കുറഞ്ഞ പലിശ നിരക്കിൽ അല്ലേ? കുറഞ്ഞ പലിശ നിരക്കിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. കുറഞ്ഞ പലിശ നിരക്കിലാണ് കേട്ടോ. ഓക്കെ, കുറഞ്ഞ പലിശ നിരക്കിലാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റിൽ ഇപ്പൊ പറഞ്ഞ പോയിന്റിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി ഒന്നുകൂടെ പറയണോ? ഇപ്പൊ പറയാൻ ഒന്നുമില്ല. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അല്ല ഈ പണ്ട് നമ്മൾ ഈ കാമുകൻ മെസ്സേജ് അയക്കുമ്പോൾ പറയും. അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഓക്കെ, നീ പറയ് എന്തോ നോക്കുന്നേ? എനിക്ക് ഇത് പൊതുവെ എന്നുള്ളൊരു ധാരണ വെച്ച് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഉള്ള കാര്യമാണ് അല്ലേ? ശരിയാ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോ പിള്ളേരെ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, ഓക്കെ, അതുപോലെ തന്നെ രാസവളങ്ങൾ, കീടനാശിനികൾ, നൂതന സാങ്കേതിക വിദ്യകൾ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ട്രാക്ടറുകള്, പവർ ടില്ലറുകള്, പമ്പ് സെറ്റുകള് എന്നിവ ഉപയോഗിച്ചിരുന്നു. ജലസേചന സൗകര്യം മികച്ചതായിരുന്നു. മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർഷകർക്ക് എങ്ങനെ ലോൺ ലഭിച്ചിരുന്നു, അല്ലെ എങ്ങനെ വായ്പ ലഭിച്ചിരുന്നു? കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിച്ചിരുന്നു കേട്ടോ. കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിച്ചിരുന്നു. മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായോ? കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിച്ചിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ ആണ്, സെറ്റാണ്. ഇനി ആദ്യഘട്ടം നിങ്ങൾ ഏത് വർഷം മുതൽ പറയും കുട്ടികളെ? കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. 1965 മുതൽ 75 വരെ നമുക്ക് പറയാം. ആദ്യഘട്ടം 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി എന്നല്ലേ പറയുന്നത്. ഇതൊക്കെ NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. 65 മുതൽ 75 വരെ കേട്ടോ. 65 മുതൽ 75 വരെയാണ് ആദ്യഘട്ടം കേട്ടോ. ആദ്യഘട്ടം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യഘട്ടത്തില് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഹരിത വിപ്ലവം കൂടുതലായിട്ട് വ്യാപിച്ചു നിന്നത് അല്ലെങ്കിൽ ഒതുങ്ങി നിന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. പഞ്ചാബ് ഉണ്ട്, ഹരിയാന ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഡൗട്ട് വേണ്ട, തമിഴ്നാടുണ്ട്. മനസ്സിലായോ? തമിഴ്നാടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോഴ് എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചത് തമിഴ്നാടുണ്ടോ? തമിഴ്നാടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഒതുങ്ങി നിന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നേട്ട് കഴിഞ്ഞാല് പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് കേട്ടോ. പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഈ രണ്ടാം ഘട്ടമാണെങ്കിലോ രണ്ടാം ഘട്ടത്തിന്റെ സമയം എന്ന് പറഞ്ഞു. രണ്ടാം ഘട്ടം 75 മുതൽ 85 വരെ അല്ലേ? 75 മുതൽ 85 വരെ രണ്ടാം ഘട്ടം. അതായത് 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, രണ്ടാം ഘട്ടത്തിലാണ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു. അതുപോലെ തന്നെ കൂടുതൽ വിളകളിലേക്കും വ്യാപിച്ചു. വിളകൾ എന്ന പോയിന്റ് കണ്ട ഡൗട്ട് വരണ്ട. കൂടുതൽ വിളകളിലേക്കും വ്യാപിച്ചു എന്നൊരു പോയിന്റ് വരും. കാരണം ഒന്നാം ഘട്ടത്തിന് നമ്മൾ ചില ആൾക്കാർ കളിയാക്കി വിളിക്കാറുണ്ട്, ഹരിത വിപ്ലവമല്ല, അതിനെ എന്തെന്ന് വിളിക്കാറുണ്ട് കുട്ടികളെ? ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഒന്നാം ഘട്ടത്തിനെയാണ് ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കാറുള്ളത്. അതിന്റെ കാരണം എന്തായിരിക്കും? എല്ലാവരും പ്രാധാന്യം കൊടുത്തത്, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും പ്രാധാന്യം കൂടുതൽ ഏതിന് കൊടുത്തു കുട്ടികളെ? ഗോതമ്പിന് കൊടുത്തു. മനസ്സിലായോ? ഗോതമ്പിന് കൊടുത്തു. അതുകൊണ്ടാണ് ഒന്നാം ഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും വ്യാപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ കുട്ടികളെ? അത് ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹരിത ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയണോ? ഓക്കെ, പറഞ്ഞുതരാം. ഒന്നുമില്ല, നിങ്ങൾ വെപ്രാളം കാണിക്കണ്ടേ, നമുക്ക് പയ്യെ പഠിച്ചു പോവാമേ.
ഓക്കെ, കൂളായിട്ടിരുന്നാൽ മതി. ക്ലിയർ ആണോ? ആ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ, പറയണ ശ്രദ്ധിച്ച് കേട്ടോ കുട്ടികളെ. അതായത് ഈ കോൾ എടുക്കാൻ പോണ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ടാ. ആ ദീപ്തി രകേഷ് പോയിട്ട് 3 ദിവസമായി, ഇതുവരെ ആ കൊച്ചിനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഉണ്ടോ ഓൺലൈനിൽ? എനിക്കിപ്പോഴും പേര് ഓർമ്മയുണ്ട് കേട്ടാ. കണ്ട, ഇപ്പോഴും ഇല്ല, എത്തിയിട്ടില്ല. കോളേജ് ഇതുവരെ ആ കുട്ടി എത്തിയിട്ടില്ല. ഇപ്പൊ മിഥുവാണ് പോയിക്കണം. നോക്കാം, മിഥു തിരിച്ചു വേണം നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എന്ത് ചെയ്തു കുട്ടികളെ? ഒന്നാം ഘട്ടം പ്രാധാന്യം കൊടുത്തത് ഗോതമ്പ് ഉൽപാദനത്തിനാണ്. മനസ്സിലായോ? ഒന്നാം ഘട്ടം പ്രാധാന്യം കൊടുത്തത് ഗോതമ്പ് ഉൽപാദനത്തിനാണ്. അതുകൊണ്ട് ഒന്നാം ഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് ചിലര് വിമർശന ബുദ്ധിയോടെ പറയാറുണ്ട്. മനസ്സിലായോ? അതായത് ഹരിത വിപ്ലവം അല്ല, അത് ഗോതമ്പ് വിപ്ലവമാണെന്ന് എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. മനസ്സിലായോ കുട്ടികൾ? ഗോതമ്പ് വിപ്ലവം. എന്നാൽ രണ്ടാം ഘട്ടമായ സമയത്ത് എന്ത് ചെയ്തു? കൂടുതൽ വിളകളിലേക്ക് എന്ത് ചെയ്തു? വ്യാപിച്ചു. മനസ്സിലായോ? അത് മാത്രമല്ല, ഒന്നാം ഘട്ടത്തില് പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇത് ഒതുങ്ങി നിന്നിട്ടുള്ളൂ, പുറത്തേക്ക് പോയിട്ടില്ല. രണ്ടാം ഘട്ടമായ സമയത്ത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്തു കുട്ടികളെ? വ്യാപിച്ചു. രണ്ടാം ഘട്ടമായ സമയത്ത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു. മനസ്സിലായോ? ഇനി പലരും പല തവണ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യം, ഒരു പോയിന്റ് ആണ് ഈ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. നേരത്തെ ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഗ്യാപ്പ് കൂടി, അന്തരം വർദ്ധിച്ചു. എന്തുകൊണ്ട് കുട്ടികളെ? ഇന്നുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്ടോ? ഓക്കെ, ഇന്ന് ഏതായിരുന്നു? ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവനയാണോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലെന്ന്. അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ അത് അഞ്ജിത്തിന്? ഓക്കെ, കൊള്ളാം. ശരി. എടാ പിള്ളേരെ, നിങ്ങൾ നോക്കിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഹരിത വിപ്ലവത്തിന് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം. ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വാങ്ങാൻ ചെറുകിട കർഷകർക്ക് കഴിഞ്ഞിരുന്നു? അതിനുള്ള ചെലവ് വഹിക്കാൻ കഴിഞ്ഞിരുന്നു? അവർക്ക് ഇല്ല. അപ്പൊ വൻകിട കർഷകര് അത് വാങ്ങുകയും അവരത് ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും ചെയ്തപ്പോഴ് അവർക്ക് വീണ്ടും ലാഭമുണ്ടായി. മനസ്സിലായ? അവർക്ക് കൂടുതൽ ലാഭമുണ്ടായി, ചെറുകിട കർഷകരെക്കാൾ കൂടുതൽ ലാഭമുണ്ടായി. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ അന്തരം വർദ്ധിച്ചു എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു നമ്മൾ പറയാറുണ്ട്. അതിനുള്ള റീസൺ ആണ് പറഞ്ഞത്. എന്താ റീസൺ കുട്ടികളെ? അവര് ഈ പറയുന്ന വൻകിട കർഷകരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നൂതന സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട ജലസേചന പദ്ധതികളും അല്ലേ, അപ്പൊ അതൊക്കെ അവർ എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് അവർക്ക് ലാഭം കൂടുതലുണ്ടായി. അങ്ങനെ അന്തരം വർദ്ധിച്ചു കേട്ടോ, അങ്ങനെ അന്തരം വർദ്ധിച്ചു. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞു ആ പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് അല്ലേ? ഹൈ ഈൽഡിങ് വെറൈറ്റീസ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ഹൈ ഈൽഡിങ് വെറൈറ്റീസിന് കീടാക്രമണ സാധ്യത ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. അതൊരു ദോഷമാണ്. ഹരിതവിപ്ലവത്തിന്റെ ഒരു ദോഷമാണ്, അല്ലെങ്കിൽ ഹരിതവിപ്ലവത്തിന്റെ ഒരു കോട്ടമാണ് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ പറയുന്ന ഒരു കാര്യമാണ്. കൂടുതൽ കീടാക്രമണ സാധ്യത ഈ പറയുന്ന ഹൈ ഈൽഡിങ് വെറൈറ്റീസിന് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയാൻ കാരണമായോടാ ഈ പറഞ്ഞ ഹരിത വിപ്ലവം? ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയാൻ കാരണമായോ? നമ്മള് ജലസേചന സൗകര്യങ്ങള് അമിതമായി ആശ്രയിച്ചപ്പോഴ് ഭൂഗർഭ ജലത്തിന്റെ അളവ് എന്ത് ചെയ്തു? വലിയ രീതിയിൽ കുറഞ്ഞു അല്ലെ? വലിയ രീതിയിൽ കുറഞ്ഞു. മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ഠതയെ ബാധിച്ചോ? അതൊക്കെ നമുക്ക് ലോജിക്കലി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോജിക്കലി ആലോചിക്കുമ്പോൾ അല്ലേ, മണ്ണിന്റെ ഫലഭൂഷ്ഠത ബാധിച്ചു കാണും. കാരണം രാസവളങ്ങളും രാസ കീടനാശിനികളല്ലേ ഉപയോഗിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ വിളകളിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. അതും ഹരിത വിപ്ലവത്തിന്റെ കോട്ടമായിട്ട്, അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു കുട്ടികളെ? കരുതുന്നുണ്ട്. മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ശരി. അപ്പൊ അത്രയും ഓക്കെ ആണ്. ഇത്രയും പറഞ്ഞ പോയിന്റ് ഓർത്തിരിക്കട്ടെ. എന്ത് ചെയ്യുക കുട്ടികളെ? ഓർത്തിരിക്കുക. ഓക്കെ. കമ്മീഷന്റെ പുനർവ്യവസ്ഥയാണ്, അത് പറഞ്ഞുതരാം. ഓക്കെ, ഇത് നോക്കിക്കോണേ, ശ്രദ്ധിച്ച് കേട്ടോണേ.
നിങ്ങൾക്ക് ചോദിക്കുന്ന കുറച്ച് സംഘടനകളുണ്ട്. നമുക്ക് സ്ഥിരമായി പഠിക്കുന്നതിൽ നിന്ന് വിട്ട് PSC ചോദിക്കുന്ന കുറച്ച് സംഘടനകളുണ്ട് കേട്ടോ. അതായത് അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഈ ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാ കുട്ടികളെ? ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ആ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ. ഈ ഗദ്ദാർ പാർട്ടി ഏത് വർഷം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഗദ്ദാർ പാർട്ടി ഏത് വർഷമാണ് കുട്ടികളെ? ഗദ്ദാർ പാർട്ടി ഏത് വർഷമാണ്? കുട്ടികളെ? ഗദ്ദാർ പാർട്ടി 1913 ഗദ്ദാർ പാർട്ടി ആരംഭിച്ചത്. 1913 ലാലാ ഹർദയാലാണ് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലാണോ ആരംഭിച്ച ഗദ്ദാർ പാർട്ടി? ലണ്ടനിലല്ല, അമേരിക്കയിലാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അമേരിക്കയിലാണ്. ലണ്ടനല്ല, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഗദ്ദാർ മൂവ്മെന്റ് ആരംഭിച്ചത്. ഓക്കെ, നിങ്ങൾ ചിലപ്പം നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു ഗദ്ദാറിന് പകരം ഖാദർ എന്നൊക്കെ നമ്മൾ എഴുതിയിടും. മനസ്സിലായ? അവിടെ മറ്റേ തുറപ്പുള്ള സിനിമയിലെ ഖാദർ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിലായിക്കോണം, അത് ഗദ്ദാർ പാർട്ടിയാണെന്ന്. ഇത് ഏത് ഖാദർ എന്ന് പറഞ്ഞിരിക്കരുത്, അത് ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ ഉദ്ദേശിക്കുന്നത് ഖാദർ മൂവ്മെന്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ 1913 അമേരിക്ക. അമേരിക്ക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്വ അഭിമാൻ പ്രസ്ഥാനം ആരാണ്? സ്വ അഭിമാൻ പ്രസ്ഥാനം സ്വ അഭിമാൻ പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വ അഭിമാൻ പ്രസ്ഥാനം. ഇതും ചോദിക്കുന്നതാണ്. സ്വ അഭിമാൻ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. സ്വ അഭിമാൻ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. ഏത് വർഷം നേരിട്ട് കഴിഞ്ഞാല് 1900, അതും വർഷം ചോദിക്കും. 1925 സ്വ അഭിമാൻ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അപ്പം സ്വ അഭിമാൻ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ 1925. സ്വ അഭിമാൻ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ 1925. ഓക്കെ, എങ്കിൽ പറഞ്ഞേ, കോൾ എടുത്തിട്ട് വാ. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കറാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കറാണ് അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത്. ഓക്കെ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് കുട്ടികളെ സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാ കുട്ടികളെ? സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഒന്നും കൂടെ പറഞ്ഞുതരാം. അനുശീലൻ സമിതി ആരാ കുട്ടികളെ? രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ അനുശീലൻ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ആരൊക്കെ എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒന്ന് ബരീന്ദർ കുമാർ ഘോഷ്. രണ്ടാമത്തെ ആൾ ആരാ കുട്ടികളെ? പുലിൻ ബിഹാരി ദാസ്. ക്ലിയർ ആണേ? ഓക്കെ, നമ്മൾ ഈ പ്രധാനപ്പെട്ട ആൾക്കാരുടെ സംഘടനകളും സ്ഥാപനങ്ങളും അതൊക്കെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത് ചേരുംപടി ചേർക്കാനെന്ന രീതിയിലോ അല്ലെങ്കിൽ തെറ്റായ ജോഡി എന്ന രീതിയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും ഇത് സ്ഥാപിച്ചത് ആര് എന്നുള്ള രീതി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഗദ്ദാർ മൂവ്മെന്റ് ആരംഭിച്ചത് ലാലാ ഹർദയാലാണ് 1913. പ്രത്യേകത അമേരിക്കയിലാണ്, ഇന്ത്യയിലല്ല ആരംഭിച്ചത്, അമേരിക്കയിലാണ് ആരംഭിച്ചത്. ഓക്കെ, പിന്നെ പുതിയ SCRT കൃത്യമായി പറയുന്ന ഒരു സാധനമാണ് സ്വ അഭിമാൻ പ്രസ്ഥാനം. ഇ വി രാമസ്വാമി നായ്ക്കർ 1925. ഈ ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം കേരളത്തിൽ എവിടെയുണ്ട് കുട്ടികൾ? അത് വൈക്കത്തുണ്ടല്ലേ? വൈക്കത്തുണ്ട്. എന്തുകൊണ്ടാണ്? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അല്ലേ? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ.
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഇവിടെ വന്നിട്ടുണ്ട് നമ്മളോട്, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹം ഇവിടെ വന്ന് അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇദ്ദേഹത്തെയാണ് പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത്. പെരിയോർ എന്നറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ വിജയണ്ണന്റെ പാർട്ടിയിൽ ഇ വി രാമസ്വാമി നായ്ക്കറേയും വലുതായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായോ? അതായത് ഒരു അംബേദ്കർ, പിന്നെ ഇങ്ങേരുണ്ടെന്ന് തോന്നുന്നു, പിന്നെ സുബ്രഹ്മണ്യ ഭാരതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വിജയണ്ണന്റെ പാർട്ടിയിൽ. ഓക്കെ, തമിഴ്നാട്ടിൽ പച്ച പിടിക്കണമെങ്കിൽ എനിക്ക് കേരളത്തിൽ അതിന്റെ ഒരു ഘടകം തുടങ്ങണം. ഓക്കെ, കുറെ വിജയ് ഫാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. മനീഷയൊക്കെ കട്ട ഫാനാണ്. ഓക്കെ, മനീഷ നമുക്ക് വനിതാ വിങ്ങിന്റെ ക്യാപ്റ്റൻ ലക്ഷ്മി ആക്കി നടക്കുമ്പോൾ മനീഷ നമുക്ക് വനിതാ വിങ്ങിന്റെ ഇതാക്കുക. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത് അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കറാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കറാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യ സെൻ ആണ്. അനുശീലൻ സമിതി സ്ഥാപിച്ചത് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ് സ്ഥാപിച്ചത്. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അതൊരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. പിന്നെ ബാക്കി നല്ല പറയുന്നു. തേഫാഗ സമരമൊക്കെ പറയുന്നില്ലേ? തേഫാഗ സമരം സംസ്ഥാനം എന്നൊക്കെ. തേഫാഗ സമരം ബംഗാളാണ്. ഓക്കെ, നാവിക കലാപം ബോംബെയാണ്. ഓക്കെ, ഒഡീഷ നടന്നത് ഏതാ വീട്ടില്ല? ഒഡീഷയില് പൈഗ കലാപം നടന്നത് ഒഡീഷയിലാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓർത്തോണം കേട്ടോ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ക്ലിയർ ആണ്. ഓക്കെ, ശരി. നമുക്കപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ചെയ്തിട്ട് തമ്പിട്ടെ, ഇത്രയും കമന്റ് ചെയ്യണ്ട. ചെയ്തിട്ട് തമ്പിടുക. ഉത്തരം കമന്റ് ചെയ്തോ? ഈസി ക്വസ്റ്റ്യൻ ആണ്, വലിയ പാടൊന്നുമില്ല. വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് വായിക്കുമ്പോൾ പലർക്കും ഡൗട്ട് വരേണ്ട കാര്യമാണ്. എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ് കേട്ടോ. കേട്ടോ. അതിൽ ഡൗട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ACD എന്നൊരു ഓപ്ഷൻ കണ്ടിരിക്കണോ? ഓക്കെ, ഡൗട്ട് വേണ്ട. എല്ലാവിധ വിവരങ്ങളും ലഭ്യമാകത്തില്ല. അപ്പൊ അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത്, കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകൾ നൽകേണ്ടതില്ല. ഡിജിറ്റൽ രൂപത്തിലുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ടാടേ? ഇല്ല. അങ്ങനെ നൽകേണ്ടതുണ്ട്. അത് തെറ്റാണ് കേട്ടോ. നൽകേണ്ടതില്ല എന്നുള്ളത് തെറ്റാണ്. പ്രമാണങ്ങളുടെ, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. ഡൗട്ട് വരണ്ട. ഇവിടെ നമുക്ക് ഓപ്ഷൻ എഴുതാൻ പറ്റുന്ന കുഴപ്പമില്ല. പലർക്കും ഡൗട്ട് വരുന്ന കാര്യമാണ് പ്രമാണങ്ങളുടെ പകർപ്പ് എന്നുള്ള കാര്യം. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, കോളൊക്കെ എടുത്തിട്ട് നേരത്തെ മിതു എന്നല്ലേ കൊച്ചിന്റെ പേര്? മിതു എഴുതാം. വന്നു. ഓക്കെ. ഇപ്പൊ പോയ നിഷ അന്ന് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. ശരിയോ തെറ്റോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ, ഞാൻ അജീഷിനെ കണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഭിപ്രായം പറയാൻ മാത്രമല്ല. അഭിപ്രായങ്ങൾ ആരായാനും വിവരങ്ങൾ ചോദിച്ചറിയാനുമുള്ള അവകാശം നമുക്കുണ്ട്. മനസ്സിലായോ? നമുക്കുണ്ട്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഇന്ത്യയാണോ? അല്ല, അത് സ്വീഡനാണ്. എന്നാൽ ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ്? വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ അല്ലേ? വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? കുട്ടികളെ? അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 19(1) ആണല്ലേ? 19(1) ആണ് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. 19(1) ആണ് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ മറുപടി പറയുക. റേഞ്ച് പോയാ
ഒരു സെക്കൻഡ്. കാണാവോടെ? ഓക്കെ ആണോ? വീഡിയോ കാണാവോ? വീഡിയോ? അപ്പൊ എനിക്ക് കണ്ടുകൂടല്ലോ വീഡിയോ. എന്ത് പറ്റി? ക്ലിയർ ആയി കാണാല്ലേ? എൻ്റെ ഫോണിൽ ഒരു വൈറസും കാര്യമൊക്കെ കാണും. ഓക്കെ, നോക്കാം. ആ ശരി. അപ്പൊ പിള്ളേരെ, അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ ചോദിക്കും. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)(a) പറയുന്നത്. ഓക്കെ, ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ടോ? 19(1)(a) പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ആർട്ടിക്കിളിലാണ്? കുട്ടികളെ പഠിച്ചിരിക്കുക. ആർട്ടിക്കിൾ 19(1)(a) പറയുന്ന കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ടെന്ന് പറയുന്നത് 19(2) എന്ന ആർട്ടിക്കിളിലാണ്. 19(2) എന്ന ആർട്ടിക്കിളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യാൻ 19(2) എന്ന ആർട്ടിക്കിളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യാൻ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന് കഴിയും. മനസ്സിലായ? നമ്മുടെ രാജ്യ സുരക്ഷയ്ക്കെതിരെ നമുക്ക് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും സംസാരിക്കാൻ കഴിയില്ല. ഓക്കെ, ആ മൈത്രേയനെ പിടിച്ച ഉടനെ അകത്തുനിന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞിപ്പോ എങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ? അയാൾ പറയണതിൽ കുറെ കാര്യങ്ങളിൽ ലോജിക്കുണ്ട് കേട്ടോ. അല്ല, അയാൾ പറയണ എല്ലാം തെറ്റെന്നല്ല പറയുന്നത്. അയാൾ പറയണതിൽ കുറെ കാര്യങ്ങൾ ലോജിക്കുണ്ട്. പക്ഷെ അയാൾ ഇന്നാളൊരു കാര്യം പറഞ്ഞു. നമ്മുടെ APJ അബ്ദുൽ കലാമിനെതിരെ അയാളൊരു കാര്യം പറഞ്ഞു. ആരെയും കണ്ടായിരുന്നു അത്? മനസ്സിലായ? APJ അബ്ദുൽ കലാമിനെ, അതായത് APJ അബ്ദുൽ കലാം എന്തെന്ന് ഒരു വല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. മിസൈൽ, അതായത് ഒരു കഞ്ചാവ് വിൽക്കുന്ന ഒരാൾ തെറ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ മിസൈൽ ഉണ്ടാക്കിയ രാഷ്ട്രപതി ഉണ്ടല്ലോ ഇവിടെ, അയാളും തെറ്റല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു. മനസ്സിലായ? ഇവിടെ ഇയാള് ഇപ്പം നമ്മളെ വീടിനൊരു മതിൽ കെട്ടുന്നത് എന്തിനാണ് കുട്ടികളെ? ഞാൻ ചോദിക്കുന്നത്, നമ്മളെ വീടിന് മതിൽ കെട്ടുന്നത് എന്തിനാണ്? നമ്മളെ വീട്ടിലേക്ക് ആരും അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ APJ അബ്ദുൽ കലാമിനെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നു. APJ അബ്ദുൽ കലാം മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം മിസൈൽ ഉണ്ടാക്കിയിട്ട് അവിടെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പൊട്ടിക്കുകയല്ല ചെയ്തത്. മനസ്സിലായ? നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷ, ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മിസൈലുകൾ നിർമ്മിച്ചത്, അല്ലേ? മനസ്സിലായ? അങ്ങനെ ഒരു വ്യക്തിയെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിച്ചത്. മനസ്സിലായ? ഓക്കെ, മനസ്സിലായി? അതാണ് പറഞ്ഞ് അങ്ങ് കയറി അങ്ങ് പോവും ചില സമയത്ത്. അതാണ് സംഭവം. ഓക്കെ, അല്ല സീരിയസ്, ഞാനിത് വെറുതെ പറയണല്ല, ഇത് സംഭവിച്ചൊരു കാര്യമാണിത്. കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആരെയും കണ്ടായിരുന്നു ഇത്? ഇന്റർവ്യൂ ആരെങ്കിലും കണ്ടായിരുന്നോ? ഒരു ഇന്റർവ്യൂവിൽ വന്നൊരു പോർഷനാ. അതിന്റെ പോർഷൻ വേണമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അയച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ ഗാന്ധിജിയെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, ഗാന്ധിജിയെ വെറുക്കുന്ന അല്ലെങ്കിൽ ഗാന്ധി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ ഒരു വ്യക്തി APJ അബ്ദുൽ കലാമിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ല? അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ പറയാറുണ്ട്, ലോകത്തിൽ ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ ഉപഗ്രഹം അയക്കുന്ന രാജ്യം നമ്മളെ ഇന്ത്യയാണ്. എഡ്യൂസാറ്റ് എന്നാണ് വിദ്യാഭ്യാസ ഉപഗ്രഹം. ആ ഒരു ആശയം അദ്ദേഹത്തിൻ്റെതാണ്. സ്വന്തമായൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ഉപഗ്രഹം എന്നൊരു ആശയം നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആണവശക്തിയായി മാറിയതല്ലേ? നമ്മൾ ആണവശക്തിയായി മാറിയതിൽ ഒരു വലിയ പങ്ക്, അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് ഉള്ള വ്യക്തി തന്നെയാണ് ആരെന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമുക്ക് ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ആരെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് നമുക്കെതിരെ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായി? അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കാനുള്ള ബോധം അയാൾക്കില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് ആർക്കുമില്ല. മനസ്സിലായ? അത് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട് 19(2) എന്ന ആർട്ടിക്കിൾ പ്രകാരം. 19(2) എന്ന ആർട്ടിക്കിൾ പ്രകാരം. കേട്ടോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ,
അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരു 1-2 പോയിന്റ് പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. സാരെ ജഹാം സെ അച്ഛ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരെന്നാണ് ചോദ്യം. പിള്ളേരെ സാരെ ജഹാം സെ അച്ഛ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. പക്ഷേ ഒരു ചോദ്യം വന്നിട്ടുണ്ട് PSCയുടെ. സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനത്തിന് ഈണം പകർന്നത് ആരാണ്? ഈണം പകർന്നത് ആരാണ്? സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനത്തിന് ഈണം പകർന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ആരാ കുട്ടികളെ? പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കർ ആണ് കേട്ടോ. പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഈ സാരെ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ഗാനത്തിന് ഈണം പകർന്നത്. പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഈ സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനം ഏത് ഭാഷയിലുള്ളതാണ്? ഏത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്? സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ഉറുദു ഭാഷയിലാണ്. ഉറുദു ഭാഷയിലാണ് സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനം എഴുതിയിരിക്കുന്നത്. അത് ഈ പറയുന്ന മുഹമ്മദ് ഇക്ബാലിന്റെ ഗാനമാണ്. പാകിസ്ഥാന്റെ ദേശീയ കവിയെന്നോ പാകിസ്ഥാന്റെ പ്രവാചകനെന്നോ ചോദിക്കുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ ദേശീയ കവിയെന്നോ പാകിസ്ഥാന്റെ പ്രവാചകനെന്നോ ചോദിക്കുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ ദേശീയ കവിയെന്നോ പാകിസ്ഥാന്റെ പ്രവാചകനെന്നോ ചോദിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാന്റെ ദേശീയ കവിയെന്നോ പാകിസ്ഥാന്റെ പ്രവാചകനെന്നോ ചോദിച്ചാൽ അത് മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാലാണ്. ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ നിങ്ങൾ പറഞ്ഞേ, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരത്തിന് ഈണം പകർന്നിരിക്കുന്നത് ആരാണ്? വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? പറഞ്ഞേ, വന്ദേ മാതരത്തിന് സംഗീതം. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഓക്കെ, വന്ദേ മാതരം ഏത് 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 രാഗത്തിലാണ് കുട്ടികളെ? വന്ദേ മാതരം ഏത് രാഗത്തിലാണ് പാടേണ്ടത്? ദേശ് രാഗത്തിലാണ് പാടേണ്ടത്. വന്ദേ മാതരം ദേശ് രാഗത്തിലാണ് പാടേണ്ടത് കേട്ടോ. ടാഗോറിന്റെ പേര് ആരോ കമന്റ് ചെയ്തു. വന്ദേ മാതരവുമായി ടാഗോറിന് ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയോ തെറ്റോ? നമുക്ക് വന്ദേ മാതരമായിട്ട് ടാഗോറുമായി ബന്ധപ്പെട്ടൊന്നും പഠിക്കില്ലെന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? തെറ്റാണ്. നമുക്ക് വന്ദേ മാതരവും ടാഗോറായിട്ട് എന്താ പഠിക്കാനുള്ളത്? വന്ദേ മാതരം ടാഗോറായിട്ട് കണ്ടിട്ട് എന്താ പഠിക്കേണ്ടത്? എടാ, വന്ദേ മാതരം ആദ്യമായിട്ട് INC-യിൽ പാടിയത്, ഏത് വർഷം എന്നറിയോടാ? വന്ദേ മാതരം ആദ്യമായിട്ട് INC-യിൽ പാടിയത് 1896 കൊൽക്കത്ത സമ്മേളനം, അല്ലെ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പാടുന്നത്. ക്ലിയർ ആണ്. ഈ വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത്, INC-യിൽ പാടിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാ കുട്ടികളെ? അത് രവീന്ദ്രനാഥ് ടാഗോറാണ് പാടിയത്. വന്ദേ മാതരം ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പാടിയത്, അല്ലെങ്കിൽ ഒരു INC സമ്മേളനത്തിൽ പാടിയത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അത് ആര് പാടിയെന്ന് കേട്ട് കഴിഞ്ഞാൽ പാടിയതാരാ പിള്ളേരെ? രവീന്ദ്രനാഥ് ടാഗോറാണ് കേട്ടോ. ഓക്കെ, ഈ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? റഹമത്തുള്ള സയാനി. ആരാ കുട്ടികളെ? റഹമത്തുള്ള സയാനി. ക്ലിയർ ആണല്ലോ? റഹമത്തുള്ള സയാനി ക്ലിയർ ആണ്. ഞാൻ പഠിച്ച പോളിടെക്നിക് ഇങ്ങനെ ഈ റഹമത്തുള്ള എന്നൊരു മാത്സ് സാറുണ്ടായിരുന്നേ, ഫസ്റ്റ് ഇയറിലുണ്ടായിരുന്ന ആളാണ്. മനസ്സിലായില്ലേ? പുള്ളി ഈ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ മതത്തിലുള്ള ആൾക്കാരോട് ഒരു താല്പര്യം എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില ആൾക്കാരെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടാ, ചില ആൾക്കാർ. അപ്പം നമ്മളെല്ലാം അവിടെ ഇരിക്കുകയാണ്, നമ്മളെല്ലാം ക്ലാസ്സിൽ വന്ന്, അപ്പോൾ നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ പേരൊക്കെ ചോദിച്ചാൽ ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു രീതി എന്നൊക്കെ. അതിനുശേഷം നമ്മളെ ക്ലാസ്സിൽ ഒരു പുതിയ പയ്യൻ വന്നു കേട്ടോ. അവൻ്റെ പേര് റോഷൻ എന്നാണ്. മുഴുവൻ പേര് മുഹമ്മദ് റോഷൻ എന്നാണ്. അപ്പോൾ ഈ റോഷൻ എന്ന പേരിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും റോഷൻ എന്ന പേരിടും. മനസ്സിലായി? റോഷൻ എന്ന പേര് എല്ലാവർക്കും വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇവൻ്റെ അടുത്ത് വന്നിട്ട് റഹ്മത്തുള്ള സാർ ഇങ്ങനെ പേര് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പേരെന്തോടെ? പറഞ്ഞ് എൻ്റെ പേര് റോഷൻ സാർ. റോഷൻ, ഓ മുഹമ്മദ് റോഷൻ എന്ന് ഇവൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ സാറിന് മുഖം മുഹമ്മദ് റോഷൻ. പിന്നെ അപ്പം നമ്മൾ ആ ഒരു കാര്യം മനസ്സിലായില്ല, ആ ഒരു കാര്യം പിന്നെ നമുക്ക് മനസ്സിലായി പുള്ളിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന്. റോഷ പറഞ്ഞേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരുമായിട്ടുള്ള കൂട്ട് ശരിയല്ലോ. ഇവന്മാർ ഭയങ്കര എന്നെയൊക്കെ പറയണത്
നിനക്ക് പഠിക്കണമെങ്കിൽ നീ ഇവന്മാരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങൾ അവരെ കളിയാക്കരുത്. നീ റഹ്മത്തുള്ള സാറിന്റെ മോനാണെന്നും പറഞ്ഞിട്ട് കളിയാക്കരുത്. ഓക്കെ. അപ്പൊ റഹ്മത്തുള്ള സയാനിയാണ് 1896 കൊൽക്കത്ത സമ്മേളനത്തില് അധ്യക്ഷനായിരുന്ന വ്യക്തി. ഓക്കെ. പിള്ളേരെ പറ, ജനഗണമനയ്ക്ക് ഈണം നൽകിയത് ആരാണ്? ജനഗണമനയ്ക്ക് ഈണം നൽകിയത് ആരാ? ജനഗണമനയ്ക്ക് ഈണം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ജനഗണമന എന്ന് പറയുന്ന ഗാനത്തിന് ഈണം നൽകിയത്. നമ്മുടെ ദേശീയ ഗാനത്തിന് ഈണം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ഓക്കെ. ഏതാണ് കുട്ടികളെ രാഗം? ഏതാണ്? ശങ്കരാഭരണം അല്ലേ? ശങ്കരാഭരണമാണ് രാഗം കേട്ടോ. ശങ്കരാഭരണമാണ് രാഗം. ഓക്കെ. അപ്പൊ ഒരു പോയിന്റ് പറഞ്ഞു തരാം. ജനഗണമന ആദ്യമായി ഒരു പൊതുവേദിയിൽ പാടിയത് അല്ലെങ്കിൽ INC സമ്മേളനത്തിൽ പാടിയത് ഏത് വർഷമാണ്? അത് 1911 കൊൽക്കത്ത സമ്മേളനം. 1911 കൊൽക്കത്ത സമ്മേളനം. പറ, ആരായിരുന്നു അധ്യക്ഷൻ? BN ദർ അല്ലേ? 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു കുട്ടികളെ? BN ദർ ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ. ആരാണ് പാടിയത്? കുട്ടികളെ? പാടിയത് സരള ദേവി ചൗധറാണി. ആരാ കുട്ടികളെ? സരള ദേവി ചൗധറാണിയാണ് പാടിയത്. സരള ദേവി ചൗധറാണി ടാഗോറും ചേർന്നിട്ടാണ് പാടിയെന്ന് പറയപ്പെടുന്നു. പക്ഷെ അവരുടെ പേരിലാണ് PSC ഒക്കെ ചോദിക്കാറുള്ളത്. സരള ദേവി ചൗധറാണി പാടി. ഓക്കെ. ടാഗോറും കൂടെയാണ് പാടിയെന്നും പറയപ്പെടുന്നുണ്ട്. സരള ദേവി ചൗധറാണി എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? കുട്ടികളെ? വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ടാഗോറാണ്. വന്ദേ മാതരം അല്ലേ ചോദിച്ചു ഇടിച്ചിരിക്കായിരുന്നു കേട്ടോ, എന്നെ കൊടുത്തിരിക്കാനായിട്ട്. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷ്. ആരാ കുട്ടികളെ? അരബിന്ദോ ഘോഷ്. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ അരബിന്ദ ഘോഷാണ്. ഓക്കെ. വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ. ഇനി ടാഗോറിന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനഗണമനയെ എന്തോ ഒരു കമന്റ് വന്നായിരുന്നു. നോക്കട്ടെ, പാടാനുള്ള ടൈമാ, അത് പറഞ്ഞുതരാം. ഓക്കെ. ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാ കുട്ടികളെ? അത് ടാഗോർ. ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ടാഗോർ. ഓക്കെ. നമുക്കൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വന്ദേ മാതരത്തേക്കാൾ പ്രാധാന്യം ജനഗണമനയ്ക്കുണ്ട് എന്നുള്ള പോയിന്റ്. ശരിയോ തെറ്റോ? തെറ്റാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടു കാണും. വന്ദേ മാതരത്തിനും ജനഗണമനയ്ക്കും ഒരേ പ്രാധാന്യമാണുള്ളത്. രണ്ടും തുല്യ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ് കേട്ടോ. വന്ദേ മാതരവും ജനഗണമനയ്ക്കും ഒരേ പ്രാധാന്യമാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആണ്? ഓക്കെ. ഇനി ജനഗണമനയെക്കുറിച്ച് വന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ജനഗണമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാൻസകൾ വരുന്ന, സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് കുട്ടികൾ വരുന്നത്? 5 സ്റ്റാൻസ്. അതിന്റെ മലയാളം എന്തുവാ? 5 പാരഗ്രാഫാ? പാട്ടിന് പാരഗ്രാഫാണ്. എന്തായാലും 5 എന്നൊരു ഓർത്ത് വെച്ചു. എൻ്റെ 5 വരികൾ പോടാ വെച്ചു. 5 വരിയല്ല, ഖണ്ഡിക കേട്ടാ. വയ്യെങ്കിൽ നീ ക്ലാസ്സിൽ കയറരുത് കേട്ടാ. വരികൾ 5 വരിയാ ജനഗണമനയ്ക്ക്. വളരെ 5 ഖണ്ഡിക ഉള്ളതാണ് വന്ദേ മാതരം. ഓക്കെ. ക്ലിയർ ആണല്ലോ? അതില് ഒന്നാമത്തെ സ്റ്റാൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഖണ്ഡികയാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. മനസ്സിലായ? ഒന്നാമത്തെ ഖണ്ഡികയാണ് അതിന് എന്തായിട്ട് എടുത്തിട്ടുള്ളത്? ദേശീയ ഗാനമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വന്ദേ മാതരമായാലും ജനഗണമനയായാലും ഏത് ലാംഗ്വേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ടും ബംഗാളി ഭാഷയാണ് കേട്ടോ. വന്ദേ മാതരമായാലും ജനഗണമനയായാലും രണ്ടും ബംഗാളി തന്നെയാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണ്? ഓക്കെ. ഇനി ജനഗണമന പാടാനുള്ളത് എത്ര സമയം കൊണ്ടാണ് പാടാനുള്ളത്? ജനഗണമന പാടാനുള്ളത് 52 സെക്കൻഡ് കൊണ്ടാണ് പാടാനുള്ളത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്.
ഈ ഷോർട്ടായിട്ട്, അതായത് നമ്മുടെ ഈ പറയുന്ന പ്രത്യേക സമ്മേളനങ്ങളിലും മറ്റുമൊക്കെ ഷോർട്ടായിട്ട് പാടുന്നൊരു പരിപാടിയുണ്ട്. അത് എത്ര നേരം? 20 സെക്കൻഡ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ടാണ് പാടേണ്ടതെങ്കിൽ 20 സെക്കൻഡും യഥാർത്ഥത്തിൽ പാടേണ്ടത് 52 സെക്കൻഡുമാണ്. യഥാർത്ഥത്തിൽ പാടേണ്ടത് 52 സെക്കൻഡുമാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഉള്ളത്. ഓക്കെ. നമ്മുടെ പാലോട് രവി ജനഗണമന പാടി നിങ്ങൾ കണ്ടായിരുന്നു ഒരു വീഡിയോ. പാലോട് രവി ഇങ്ങനെ അതിലെ ഏറ്റവും ഹൈലൈറ്റ് ഇങ്ങനെയാണ്, എണീക്ക് എന്നിട്ട് ജനഗണമംഗള. അപ്പൊ കൂടെ നിന്ന് അങ്ങേല് പിടിച്ചു ഇങ്ങനെ പിടിച്ചങ്ങ് ഇറുക്കി ഇങ്ങോട്ട് വായിക്കുന്നത് പറഞ്ഞിട്ട്. പുള്ളിക്ക് അന്നത്തെ ദിവസം മോശമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം തന്നെ പുള്ളി വേറൊരു സംഭവം കണ്ടായിരുന്നു. മറ്റേ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ, എനിക്ക് ശശി തരൂരിന്റെ മറ്റേ ഇതെടുത്തിട്ട് ശശി തരൂർ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ പുള്ളി അടുത്തിരിക്കുകയായിരുന്നു കേട്ടാ. ഈ പുള്ളി ഇയാളുടെ ഷോളെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ ഷോൾ എടുത്ത് ഓക്കെ ഇട്ടായിരുന്നു. വന്ദേമാതരം പാടാൻ നിശ്ചയ സമയം ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടാ, ഞാൻ കണ്ടിട്ടില്ല. ജനഗണമനയുടെ ചോദ്യമാണെങ്കിലാണ് കണ്ടിട്ടുള്ളത്. നോക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, പിള്ളേർ ഈ ചോദ്യം പറഞ്ഞേ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ കുട്ടികളെ? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കരാണ് അല്ലേ? സർദാർ കെ എം പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് അല്ലേ? സർദാർ കെ എം പണിക്കർ. നിങ്ങൾ ഇന്നലത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അതുണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന സാഹിത്യ അക്കാദമി അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. എങ്കില് സാഹിത്യ അക്കാദമി എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം എപ്പോഴായിരുന്നു ആലോചിച്ച് പറഞ്ഞേ. ആർക്കെങ്കിലും അറിയോ? കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം 1956 കറക്റ്റാണ്. 1956 കറക്റ്റാണ്. ഡേറ്റ് അറിയോ? ഒക്ടോബർ 15. ഓഗസ്റ്റ് 15. ആ ഡൗട്ട് വരരുത്. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1956 ഓഗസ്റ്റ് 15 സ്ഥാപിതമായത് ഓഗസ്റ്റ് 15. 56 ഓഗസ്റ്റ് 15 സ്ഥാപിതം. ഓക്കെ. എന്നാൽ ഉദ്ഘാടനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 56 ഒക്ടോബർ 15. ഉദ്ഘാടനം 56 ഒക്ടോബർ 15. ആരാണ് ഉദ്ഘാടനം ചെയ്തത് കുട്ടികളെ? ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ചിത്തിര തിരുനാളാണ്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാളാണ് ഉദ്ഘാടനം ചെയ്തത്. ചിത്തിര തിരുനാളാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ പറയുന്നു, കേരള സർക്കാരാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത്. ശരിയോ തെറ്റോ? കേരള സർക്കാരാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത്. ശരിയോ തെറ്റോ? എസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. കണ്ടോ, ഇതിന്റെ വലിപ്പം കണ്ടോ? ഈ തലമണ്ട ഇടിച്ച് ഞാൻ പൊളക്കും കേട്ടോ. ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഇതിങ്ങനെ ഇളവി വരും. മറ്റേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത്. കിഴങ്ങുകളെ 56 നവംബർ 1 കേരളം രൂപം കൊണ്ടത്. 56 നവംബർ 1 കേരളം രൂപം കൊണ്ടത്. അതുപോലും ചിന്തിക്കാനില്ല. 56 നവംബർ 1 കേരളം രൂപം കൊണ്ടത്. ഇനി ഇതിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞത്. ഇപ്പൊ വരാന്ന് എവിടെ പിണങ്ങി പോണം. ഓക്കെ പിള്ളേരെ, ആ പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണം. തിരുക്കൊച്ചി ഗവൺമെന്റ് ആണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. മനസ്സിലായ? തിരുക്കൊച്ചി ഗവൺമെന്റ് ആണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. ഞാൻ പറയുന്നു, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ആസ്ഥാനം തിരുവനന്തപുരത്തായിരുന്നു. ശരിയോ തെറ്റോ? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ആസ്ഥാനം തിരുവനന്തപുരത്തായിരുന്നു ആസ്ഥാനം. 1957 ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റിയത്. 57 അല്ലേ? 57 ഓക്കെ അല്ലേ കുട്ടികളെ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള നിലവിലെ പ്രസിഡന്റ് ആണ് ചോദിക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് ആരാ? നിലവിലെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് നിലവിലെ പ്രസിഡന്റ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നത് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിക്കും. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിക്കും. ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങൾ? പിള്ളേരെ, സാഹിത്യ ലോകമുണ്ട് അല്ലെ? സാഹിത്യ ചക്രവാളമുണ്ട്. പിന്നെ ഏതാണ് കുട്ടികളെ? മലയാളം ലിറ്റററി സർവേ. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾ ഒരു CPO ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് മൂന്നും തന്നിട്ട് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരുന്നു. ഇത് മൂന്നും കേട്ടോ. സാഹിത്യ ലോകവും സാഹിത്യ ചക്രവാളവും
മലയാളം ലിറ്റററി സർവേയും സാഹിത്യ ലോകവും സാഹിത്യ ചക്രവാളവും മലയാളം ലിറ്റററി സർവേയും എല്ലാം ആരുടെ പ്രസിദ്ധീകരണം തന്നെയാണ് കുട്ടികളെ? സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം തന്നെയാണ്. ഓക്കെ. ആ മലയാള ഭാഷയിലെ കൃതികളെ മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിലെ കൃതികളെ മലയാള ഭാഷയിലേക്കും തർജ്ജമ ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അതായത് മലയാള ഭാഷയിലെ കൃതികളെ മലയാള ഭാഷയിലെ കൃതികളെ മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിലെ കൃതികളെ മലയാള ഭാഷയിലേക്കും തർജ്ജമ ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. ഓക്കെ. പിന്നെ ഏത് വർഷമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്? ഏത് വർഷമാണ് കുട്ടികളെ? സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി തുടങ്ങിയത്? 1958 മുതലാണ്. 58 കോള് അറ്റൻഡ് ചെയ്തോ? 1958 മുതലാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയ വർഷം ഏതാണ് കുട്ടികളെ? 1958 മനസ്സിലായല്ലോ? ഓക്കെ. മറക്കണ്ട. സ്ഥാപിതം എന്ന് ചോദിച്ചാൽ 56 ഓഗസ്റ്റ് 15, ഉദ്ഘാടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 56 ഒക്ടോബർ 15. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒക്ടോബർ 15ന്റെ പ്രത്യേകത എന്താ? ഒക്ടോബർ 15ന്റെ പ്രത്യേകത എന്താണ് കുട്ടികളെ? വിദ്യാർത്ഥി ദിനം മാത്രമാണോ? വിദ്യാർത്ഥി ദിനമാണ്. വേറെ എന്താ കുട്ടികളെ? ഒരു കോഡുണ്ട്. ഞാൻ പറഞ്ഞുതരാവേ, ശ്രദ്ധിച്ചു കേട്ടോ കുട്ടികളെ. വിദ്യാർത്ഥിയായ ഗ്രാമീണ വനിത കൈ കഴുകി ഭക്ഷണമുണ്ടാക്കി ദാരിദ്ര്യമകറ്റി. ഓക്കെ, ദാരിദ്ര്യമകറ്റി. ഓക്കെ. വിദ്യാർത്ഥിയായ ഗ്രാമീണ വനിത കൈ കഴുകി ഭക്ഷണമുണ്ടാക്കി ദാരിദ്ര്യമകറ്റി. എന്തെന്നറിയോ? വിദ്യാർത്ഥിയായ ഗ്രാമീണ വനിത കൈ കഴുകി ഭക്ഷണമുണ്ടാക്കി ദാരിദ്ര്യമകറ്റി. വാട്ട് ഈസ് ദിസ്? എന്താണിത്? പറയടാ, എന്താടേത്? ദിനങ്ങളാണ് കേട്ടോ. ഒക്ടോബർ 15, ഒക്ടോബർ മാസത്തിൽ ദിനങ്ങളാണ്. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. വൈ? എന്തുകൊണ്ടാണ് ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം? എന്തുകൊണ്ടാണ് ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം അല്ലെ? APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് നമ്മൾ ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഒക്ടോബർ 15 ആണ്. ഒക്ടോബർ 15. ഓക്കെ. ഇനി ഒക്ടോബർ 15 ഗ്രാമീണ വനിതാ ദിനം. ഒക്ടോബർ 15 ഗ്രാമീണ വനിതാ ദിനം. ഓക്കെ. നിങ്ങൾ ആരൊക്കെയാണ് ഗ്രാമീണ വനിതകൾ? ഈ ആറ്റിങ്ങൽ സിറ്റി കിടക്കുന്ന അനു എങ്ങനെയാണ് ഈ ഗ്രാമീണ വനിതയാവണത്? അനു മുനിസിപ്പാലിറ്റി അല്ലേ? ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി അല്ലേ അനുവിന്റെ വീട്ടിലിരിക്കുന്നത്? പഞ്ചായത്താണ്. പഞ്ചായത്താണെങ്കിൽ ഗ്രാമീണ വനിതയായിട്ട് കണക്കാക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ നീയൊക്കെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയാണെങ്കിൽ നിങ്ങൾ ഗ്രാമീണം അല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥി, ഗ്രാമീണ വനിത, പിന്നെ കൈ കഴുകൽ ദിനം ഒക്ടോബർ 15 കേട്ടോ. അപ്പം ലോക വിദ്യാർത്ഥി ദിനമായിക്കോട്ടെ, ലോക ഗ്രാമീണ വനിതാ ദിനമായിക്കോട്ടെ, ലോക കൈ കഴുകൽ ദിനമായിക്കോട്ടെ, ഇതെല്ലാം ഏതാണ്? ഒക്ടോബർ 15. ഇതെന്താണ്? ഭക്ഷണമുണ്ടാക്കി എന്ന് പറയുന്നത് എന്താ കുട്ടികളെ? ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 കുട്ടികളെ. ഏത്? ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനം ഏത് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 16 ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം അല്ലേ? ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. വൈ? എന്തുകൊണ്ട് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നു? എന്തുകൊണ്ടാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്? ആർക്ക് പറയാം? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ കിടപ്പുണ്ട് പിള്ളേരെ. 1945 ഒക്ടോബർ മാസം 16 1945 ഒക്ടോബർ മാസം 16 ഒരു സംഘടന രൂപം കൊള്ളുകൊണ്ടായി. ഏത് സംഘടന രൂപം കൊണ്ടേ പിള്ളേരെ? FAO എന്ന് പറയും. FAO. വാട്ട് ഈസ് FAO? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. എന്താ കുട്ടികളെ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. FAO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ. എവിടെയാ? അതായത് നമുക്ക് ഇങ്ങനെ ചോദിക്കും, അതിന്റെ മലയാളം ഇങ്ങനെയാണ്: ഭക്ഷ്യ കാർഷിക സംഘടന.
ഭക്ഷ്യ കാർഷിക സംഘടന. ഈ ഭക്ഷ്യ കാർഷിക സംഘടന രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 16 ആയതുകൊണ്ട് ഒക്ടോബർ 16 നമ്മൾ ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നു. ക്ലിയർ ആണ്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കിടപ്പുണ്ട്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? പറ പിള്ളേരെ. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം, ഇറ്റലി അല്ലേ? റോം, ഇറ്റലി. റോം, ഇറ്റലി. റോം, ഇറ്റലി. ഇറ്റലിയിലെ റോമാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം. ഇവിടെ ഇറ്റലിയിലെ റോമാണ് എവിടെ കുട്ടികളെ? ഇറ്റലിയിലെ റോമാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം. എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റലിയിലെ റോമാണ്. ഓക്കെ അല്ലടാ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. ഒക്ടോബർ 17 എന്താ കുട്ടികൾ? ഒക്ടോബർ 17 എന്താണ്? ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം അല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമാണ് ഏത്? ഒക്ടോബർ 17. അപ്പൊ ആ കോഡ് മറക്കണ്ട. വിദ്യാർത്ഥിയായ ഗ്രാമീണ വനിത കൈ കഴുകി ഭക്ഷണമുണ്ടാക്കി ദാരിദ്ര്യം അകറ്റി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനം, ഒക്ടോബർ 15 ഗ്രാമീണ വനിതാ ദിനം, ഒക്ടോബർ 15 കൈ കഴുകൽ ദിനം. ഓക്കെ. ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കാൻ കാരണം APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. റീസൺ 1945 ഒക്ടോബർ 16 ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ അമ്മയ്ക്ക് എന്തോ പറ്റി പോയാ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഫോം ചെയ്തത് കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1945 ഒക്ടോബർ 16 ആസ്ഥാനം എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ റോം, ഇറ്റലി. ആസ്ഥാനം എവിടെ? റോം, ഇറ്റലിയാണ്. ഓക്കെ. സെറ്റല്ലേ? സെറ്റാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17. ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17. ഓക്കെ. ക്ലിയർ ആണല്ലോ?